ക്രോസ്വെയറിലേക്ക് സ്വാഗതം. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഇപ്പം നേതൃമാറ്റം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ്സിൽ. BJP നേതൃമാറ്റം ഉണ്ടായി. അപ്പം സമ്മേളനത്തിനടുത്ത് മാഷ് സെക്രട്ടറി അതിന് മുമ്പ് എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് പാർട്ടികളുണ്ടായ ഈ നേതൃമാറ്റത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, നേതൃമാറ്റം കൊണ്ട് മാത്രം രാജ്യത്ത് എവിടെയായാലും എന്തെങ്കിലും മൗലികമായ മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നേതൃമാറ്റത്തെയും കാണാൻ സാധിക്കുകയുള്ളൂ. നയമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് ഇപ്പോഴേ ഏറ്റവും അവസാനം. ചിദംബരം പോലും കോൺഗ്രസ്സിന് BJPയെ നേരിടാനാവുന്നില്ല. ഈ നിലപാടാണ് ഇതിനടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇവിടെ സംഘടനാപരമായ പ്രശ്നമാണ് പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. BJP തന്നെയാണ്. കാരണം ഒന്നും ജനാധിപത്യപരമല്ല. എല്ലാം മേലെ നിന്ന് കെട്ടി എഴുന്നള്ളിക്കുന്ന ആളുകളെ ഇവിടെ അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അതാണ് കോൺഗ്രസിനും BJPക്കും ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിൻ്റെ അകത്തെ പ്രമുഖനായ നേതാവ് സുധാകരനെ എന്തിനാണ് മാറ്റുന്നത് എന്ന ചോദ്യത്തിന് സാമുദായിക പശ്ചാത്തലം ഒരുക്കാനാണ് എന്ന വാദത്തോടെ ഒരു പാർട്ടി അതിൻ്റെ മൂല്യച്യുതികളെ അങ്ങേയറ്റം വരെ എത്തുന്നു എന്നുള്ളതാണ്. സുധാകരനെ പോലുള്ള ഒരാളെ മാറ്റി വേറൊരു സാമുദായിക പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി എടുക്കുന്ന നിലപാട് വലിയ രീതിയിലുള്ള ഒരു അപജയമാണ് സൂചിപ്പിക്കുക. സുധാകരന് ഉള്ളപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സംഘർഷാത്മകമായ സാഹചര്യമാണ് ഇപ്പോഴും പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ്സിൽ. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുധാകരൻ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞു, കുറേ ആളുകൾ മുഖ്യമന്ത്രിയാവാൻ നടക്കുകയാണ്. ഇന്നത്തെ രീതിയിൽ അവരാരും മുഖ്യമന്ത്രിയാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയുണ്ടായി. എന്നെ ചതിച്ചിരിക്കുകയാണ്. എന്നെ ചതിക്കുന്നതിന് പിന്നിൽ കേരളത്തിൽ നിന്നും അഖിലേന്ത്യാ തലത്തിൽ വന്നവർ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പങ്കുവഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ മാറ്റത്തിലൂടെ, പ്രത്യേകിച്ച് പ്രസിഡന്റ് അതുപോലെ തന്നെ നേതൃമാറ്റത്തിലൂടെ വലിയ സംഘർഷാത്മകമായ സാഹചര്യം അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴെല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. ഈ സാമുദായിക സമവാക്യം മാത്രം മാനദണ്ഡമാക്കി അതിൻ്റെ എല്ലാ UDF-ൻ്റെ കൺവീനർ, അതുപോലെ KPC പ്രസിഡന്റ്, മറ്റ് സ്ഥാനങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ, ഇതിലെല്ലാം നമ്മൾ കൃത്യമായി കാണുന്നത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നതിനപ്പുറത്തേക്കൊരു സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തും. എന്നാൽ ചില സമുദായങ്ങൾ, പിന്നൊക്കെ സമുദായങ്ങളൊക്കെ ചിലത് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം കാണുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സമുദായം നോക്കിയിട്ടല്ലല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു പാർട്ടിയെ ജനാധിപത്യപരമായ രീതിയിൽ നയിക്കുന്നില്ല. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ചില ആൾക്ക് താല്പര്യം അനുസരിച്ച് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. ചില ആളുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. ചില ആളുകൾക്ക് പുതിയ പദവി നൽകുകയാണ്. അത്ര കണ്ടാൽ മതി. അത് ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രീതിയല്ല യഥാർത്ഥത്തിൽ. അവർക്ക് ആഗ്രഹമുള്ള ആളുകളെ എടുക്കുക, ആഗ്രഹമില്ലാത്തവരെ ഒഴിവാക്കുക ഗ്രൂപ്പിൻ്റെ പുതിയ രീതിയാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ സങ്കീർണതയോടുകൂടി അവരഭിമുഖീകരിക്കാനും പോവുകയാണ് കോൺഗ്രസ്. ഏതായാലും കോൺഗ്രസിന് ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്, അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അത് ഉറപ്പായിട്ടുണ്ട്. ഈ ശശി തരൂരിനെ നയതന്ത്ര സംഘത്തിൻ്റെ തലവനാക്കിയതിലും അത് കോൺഗ്രസ് വളരെ വേറൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പം അത് അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കോൺഗ്രസ്സിന് ചില ആശയക്കുഴപ്പങ്ങളുണ്ടോ? അല്ല, കോൺഗ്രസ് BJPയുമായിട്ട് പ്രത്യേകിച്ച് ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പോകുന്ന നിലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ചിദംബരം പറഞ്ഞത്, കോൺഗ്രസ്സിന് ഫലപ്രദമായി BJPയെ പ്രതിരോധിക്കാനാവുന്നില്ല. അത് കൃത്യമായിട്ട് അവർ തന്നെ അതിൻ്റെ ഏറ്റവും ഉന്നത നേതാവല്ലേ പരസ്യമായിട്ട് പറഞ്ഞത്. അത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ SDPI, RSS, BJP ഉൾപ്പെടെയുള്ള ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ടൊരു ഐക്യപ്രസ്ഥാനം രൂപപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പം മാത്രമല്ല, കുറേ കൊല്ലമായിട്ട് തുടരുകയാണ്. ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയ പ്രത്യാഘാതം ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. BJPയുടെ പുതിയ അധ്യക്ഷൻ വന്നിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പറയുന്നത് പോലെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് താൻ വന്നിരിക്കുന്നതെന്നാണ്. പണം ഉപയോഗിച്ച് ഭരണം പിടിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. പക്ഷെ അത് കേരളത്തിൽ നടക്കില്ല.
പണമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സമ്മതിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരിൽ കുത്തക മുതലാളിമാരിൽ ഒരാളാണ് പുതുതായിട്ട് വന്ന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കേരള രാഷ്ട്രീയത്തിൽ അത് അന്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും പഴയ BJPയുടെ KG മാരാർ ഉൾപ്പെടെ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ സാധാരണയിൽ നിന്ന് സാധാരണക്കാരനായിട്ട് ഒരു അധ്യാപകനായിട്ടൊക്കെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ അന്നത്തെ പാർട്ടിയുടെ ഭാഗമായിട്ട് ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത്. അങ്ങനെയൊരു പാരമ്പര്യമാണ് കേരളത്തിൽ പൊതുവേ രാഷ്ട്രീയ രംഗത്തുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാം അടിസ്ഥാന വർഗ്ഗത്തിൽ നിന്ന് വന്നവർ, പിന്നെ ഇടത്തരക്കാർ, പൊതുവായിട്ടുള്ള ആളുകൾ, അങ്ങനെയാണ് വന്നത്. പക്ഷേ ഇപ്പോഴും ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കുത്തക മുതലാളിമാരുടെ ഭാഗമായിട്ടുള്ള ഒരാൾക്ക് പ്രസിഡൻ്റ് ആവാൻ സാധിച്ചത്. ആ പ്രസിഡന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പണം കൊടുത്ത് എല്ലാം കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ പണം കൊടുത്തുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് തിരിച്ചറിയാൻ അധികം താമസം വേണ്ടി വരില്ല. വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന് ഇരിപ്പിടം കിട്ടി, അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ വിമർശനങ്ങൾ അതിൻ്റെയിലുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്ന് നേരത്തെ വന്നിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അതെ, അതൊക്കെ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളൊരു വർക്കാണ്. ക്യാമറയുടെ മുമ്പിൽ കുറേ ആളെ കൊണ്ട് കൂടി ഇരുത്തുക, എന്നിട്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുക. ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സ്റ്റേജിൽ ഇരുന്നിട്ട് അവിടെ ഒറ്റക്ക് മുദ്രാവാക്യം വിളിക്കുക. ഇതെല്ലാം നമ്മൾ ആ ഒരു കോപ്രായം പോലെ കണ്ടതാണ്. ഇതൊന്നും ഈ ഉത്ബുദ്ധ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും നടക്കുന്ന ഒരു പ്രക്രിയ പോലെ കേരളത്തിൽ വോട്ടാക്കാൻ ഇതൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നതിലൊക്കെ ഒരടിസ്ഥാനമില്ല. ഇവിടെയുള്ള BJPയുടെയും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഭാഗമായിട്ട് പ്രവർത്തിച്ച എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് നല്ല അനുഭവമുള്ളവരാണ്. ആ അനുഭവമുള്ളവർക്കറിയാം ഈ കോപ്രായം കൊണ്ടൊന്നും കേരളത്തിൽ BJP രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ അവരുടെ നിലപാടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തെ സംബന്ധിച്ച് ലോകത്ത് തന്നെ 3 സാർവദേശീയ മതം, ഒന്ന് ഹിന്ദു, മറ്റൊന്ന് മുസ്ലിം, മറ്റൊന്ന് ക്രിസ്ത്യാനി. ഈ അനുവാദത്തിൽ, കേരളത്തിൻ്റെ അനുവാദത്തിൽ വിന്യസിപ്പിക്കപ്പെട്ട ഒരു ജനതയോ ഒരു നാടോ ലോകത്ത് വേറെ എവിടെയില്ല. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കേരളത്തിൻ്റെ പ്രത്യേകത കാണാതെ ഈ പറയുന്ന രീതിയിൽ സാമുദായിക രീതിയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും നാടായ ഈ കേരളത്തിൽ അത് വല്ലാത്ത രീതിയിൽ അങ്ങനെ സ്വാധീനിച്ചു പോകും എന്ന് ധരിക്കുന്നവർക്ക് അനുഭവത്തിലൂടെ പാഠം പഠിക്കേണ്ടി വരും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ.